ഈ പ്രസവ ആ സമയത്ത് ചിലപ്പോൾ വജൈനൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതുണ്ടാവും, ചൊറിച്ചിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഡോക്ടർ ആ ഒരു ഡെലിവറി? നമുക്ക് അങ്ങനെ വരാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ പറയാറുണ്ട്, നമ്മൾ എല്ലാവരുടെ അടുത്തും വരുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ചാർജ് യോനി ഭാഗത്തുണ്ടോ, വെള്ളപ്പോക്ക് എന്തെങ്കിലും ഉണ്ടോ? വെള്ളപ്പോക്ക് സാധാരണയാണ്. കുറച്ച് ഗർഭസമയത്ത് ഈ ഹോർമോണിൻ്റെയൊക്കെ ഇഫക്റ്റിൽ കുറച്ച് വെള്ളപ്പോക്ക് കൂടുതൽ വരും. പക്ഷേ ആ വെള്ളപ്പോക്കിൻ്റെ കൂട്ടത്തിൽ ചൊറിച്ചിലോ നീറ്റലോ ഉണ്ടെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഗർഭിണികളോ അല്ലാത്തവരോ ആണെങ്കിലും ഡോക്ടറെ അടുത്ത് ഉടൻ പറയണം, എനിക്കിങ്ങനെ പ്രശ്നമുണ്ടെന്ന്. അപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് അതിനുള്ള മെഡിസിൻ കൊടുക്കും. എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, എവിടെ ഇൻഫെക്ഷൻ വന്നാലും അവിടുത്തെ ആ ഒരു, ഇപ്പം നമ്മുടെ കയ്യിൽ തൊലിപ്പുറത്തൊരു ഇൻഫെക്ഷൻ വന്ന് ചുവന്നിരിക്കും, തൊട്ടാ ഉടനെ വേദന എടുക്കും. അതുപോലെയാണ് വെജൈനയിൽ ഒരു ഇൻഫെക്ഷൻ വന്നാലും അവിടുത്തെ ആ വെജൈനയുടെ തൊലിക്ക് കട്ടി കുറച്ച് വ്യത്യാസം വരും, അവിടുത്തെ രക്തയോട്ടം കൂടും, അവിടെ എളുപ്പം ടയറുകളൊക്കെ വരും, പെട്ടെന്നാണത് വരുന്നത്. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ മുറിവുകളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞിന് പ്രശ്നമായിട്ട് കുഞ്ഞിന് സാധാരണ പ്രശ്നങ്ങൾ വരാറില്ല. ഇപ്പോൾ ഒരു വെജൈനൈറ്റിസ് ഉണ്ടെങ്കിലും കുഞ്ഞിന് യൂഷ്വലി ഒരു ഫംഗസ് ഒക്കെ ആണല്ലോ, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ കുഞ്ഞിന് അത്ര വലിയ പ്രശ്നങ്ങൾ വരാറില്ല. വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട്, ചില വൈറൽ ഇൻഫെക്ഷൻ അമ്മയ്ക്കുണ്ടെങ്കിൽ നമ്മൾ സിസേറിയൻ ചെയ്തേ എടുക്കുകയുള്ളൂ, ഹെർപ്പിസ് പോലെ, അത് ആ കുഞ്ഞിനെ ബാധിക്കും. പക്ഷേ ഇങ്ങനത്തെ ഫംഗസുകളൊക്കെ ഒരു നോർമൽ ബേബി അങ്ങനെ ബാധിക്കില്ല. പക്ഷേ അമ്മയ്ക്ക് ടയറൊക്കെ വരും, തയ്യലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലപോലെ പിടിക്കാതെ വരും. അപ്പോൾ നമ്മൾ 36 ആഴ്ചയാകുമ്പോൾ തന്നെ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്ത് റെഡിയാക്കി വയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്ലീഡിങ്, കുത്തു നടത്തുന്ന എല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് ബ്ലഡ് വരും. അതൊക്കെ ഇൻഫെക്ഷൻ്റെ ഒരു എവിഡൻസ് ആണ്.